എന്തോ പൊട്ടിത്തെറിക്കുന്നത് പോലെ ഒരു ശബ്ദം കേട്ടപ്പോഴാണ് ലച്ചു കണ്ണുകൾ വലിച്ചു തുറന്നത്. തലയ്ക്കാകെ ഒരു കനം. രാത്രി കിടന്നുറങ്ങി രാവിലെ എഴുന്നേറ്റതാണോ അതോ ഉച്ചയ്ക്ക് കിടന്ന് രാത്രി എഴുന്നേറ്റതാണോ എന്നൊന്നും മനസ്സിലാവാതെ 2-3 നിമിഷം വീട്ടിൽ അനങ്ങാതെ അവളിരുന്നു. ഡോറിൽ ആഞ്ഞു തട്ടുന്ന പോലെ ഒരു ശബ്ദം കേട്ടതും തലയിൽ നിന്ന് കുലുക്കിക്കൊണ്ട് അവൾ ബെഡിൽ നിന്ന് ഇറങ്ങി ഡോർ തുറന്നു. മുന്നിൽ തന്നെ കലിയോടെ നിൽക്കുന്ന റയാൻഷ്. അവന്റെ ആ നിൽപ്പ് ലച്ചുവിന്റെ നല്ല ജീവൻ അങ്ങോട്ട് പോയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. നിനക്കെന്താ ചെവി കേൾക്കില്ലേ? കലിയുടെ റയാൻഷ് ലച്ചുവിനെ അടിമുടി നോക്കിക്കൊണ്ട് ചോദിക്കുമ്പോൾ ലച്ചു ഒന്നും മിണ്ടാതെ മുഖം താഴ്ത്തി. പതിഞ്ഞൊരു ചിരി കേട്ടപ്പോൾ അവൾ മുഖം ചേരിച്ചുകൊണ്ട് പുറത്തേക്ക് നോക്കി. വല്യമ്മയുടെ മരുമകളാണ്. റയാൻഷ് ലച്ചുവിനെ വഴക്കു പറയുന്ന കേട്ട് ചിരിക്കുന്നതാണെന്ന് അവൾക്ക് മനസ്സിലായി. കിടന്നുറങ്ങിയോ നീ? റൂമിന്റെ അകത്തുനിന്ന് റയാൻഷ് ചോദിക്കുന്ന കേട്ടതും അവൾ വാതിലടിച്ച് ലോക്കാക്കി അവന്റെ അടുത്തേക്ക് നടന്നു. ലച്ചു ഒന്ന് മൂളിക്കൊടുത്തു. ഫോൺ ചാർജ് ഇട്ട ശേഷം കയ്യിലെ വാച്ച് അഴിച്ച് ടേബിൾ വെച്ച ശേഷം അവൻ ലച്ചുവിനെ തിരിഞ്ഞു നോക്കി. മുഖം താഴ്ത്തി നിൽക്കുന്നുണ്ട്. ഫോൺ അഴിച്ചാൽ എടുക്കാതിരിക്കുക, റൂമിൽ വന്ന് ഡോറിൽ തട്ടി വിളിച്ചാൽ തുറക്കാതിരിക്കുക, ഇതൊക്കെ അത്ര നല്ല സ്വഭാവമാണോ ഭാര്യയെ? ലച്ചുവിന്റെ അടുത്തേക്ക് നടന്നു വന്ന് അവളുടെ താഴ്ത്തുമ്പിൽ പിടിച്ച് ആ മുഖം പിടിച്ചുയർത്തിക്കൊണ്ടുള്ള അവന്റെ ചോദ്യം ലച്ചുവിന്റെ കണ്ണുകൾ നിറഞ്ഞു. ഞാൻ മനഃപൂർവ്വമല്ല, ഫോൺ ഇവിടെയും ഞാൻ താഴെയായിരുന്നു. ഇപ്പോ കുറെ നേരം ഇങ്ങനെ കിടന്നപ്പോ അറിയാതെ ഉറങ്ങിപ്പോയി. കണ്ണിൽ വെള്ളം നിറച്ചുകൊണ്ട് അവൾ പറയുമ്പോൾ റയാൻഷ് ലച്ചുവിന്റെ ഇടത്തെ തൊള്ളോടെ കൈയിട്ട് അവനിലേക്ക് ചേർത്ത് നിർത്തി. അതിനൊക്കറിയാൻ മാത്രം ഞാനൊന്നും പറഞ്ഞില്ലല്ലോ, പറഞ്ഞോ? സൗമ്യമായി അവൻ ചോദിക്കുമ്പോൾ ലച്ചു നിറഞ്ഞ കണ്ണുകളോടെ അവന്റെ മുഖത്തേക്ക് നോക്കി. ഇപ്പോൾ ആ മുഖം കാണുമ്പോൾ പേടിയില്ല, പക്ഷെ നേരത്തെ ആ മുഖം കാണുമ്പോൾ തന്നെ പേടിയാകും. അപ്പൊ പിന്നെ ആ ഗർജനം പോലുള്ള ശബ്ദം കേട്ടാൽ കരയില്ലേ? ലച്ചു അടക്കി പിടിച്ച ഒരു തേങ്ങൽ പുറത്തേക്ക് വന്നുപോയി. റയാൻഷ് ലച്ചുവിനെ ചേർത്ത് പിടിച്ചു നിർത്തി. സാരില്ല, പോട്ടെ. കരയുന്നത് കാണുമ്പോൾ ദേഷ്യം തന്നെയാണെങ്കിലും അന്നേരം ആ ദേഷ്യമൊന്നും അവനിൽ നിന്ന് പുറത്തേക്ക് വരില്ല. അതുവരെ ഉണ്ടായിരുന്ന ദേഷ്യമൊക്കെ അലിഞ്ഞില്ലാതാകും. അതാണ് സംഭവിക്കാം. ലച്ചു നിറഞ്ഞ മിഴികളോടെ അവന്റെ മുഖത്തേക്ക് നോക്കി. ഫോൺ എടുക്കാതെ വന്നപ്പോ ദേഷ്യം വന്നിട്ടല്ലേ? ഇവിടെ വന്നിട്ട് ഇത്രയും സമയമായി വാതിൽ തട്ടുന്നു, തുറക്കാഞ്ഞിട്ടല്ലേ? സൗമ്യമായി അവൻ പറയുമ്പോൾ ലച്ചു റയാൻഷിനെ ഇമച്ചിമ്മാതെ നോക്കി. റയാൻഷ് ലച്ചുവിനെ കൊണ്ട് സെറ്റിലേക്ക് ഇരുന്നു. അവന്റെ അടുത്തിരിക്കാൻ തുടങ്ങിയവളെ അതിനനുവദിക്കാതെ അവന്റെ മടിയിലേക്ക് ഇരുത്തി. ലച്ചു ഒരു പിടപ്പോടെ അവനെ നോക്കി. റയാൻഷ് കണ്ണ് ചിമ്മി കാണിച്ചുകൊണ്ട് ലച്ചുവിനെ ഒന്നുകൂടെ അവന്റെ ശരീരത്തിലേക്ക് കയറ്റിയിരുത്തി. ഒട്ടും കനമില്ല, ഒരു തൂവലിരിക്കുന്ന പോലെ. മടിയിലിരിക്കുന്ന ലച്ചുവിന്റെ അരയിലൂടെ കൈ ചുറ്റിക്കൊണ്ട് അവളെ ചെവിയിൽ പതിയെ പറഞ്ഞവൻ. ആ ചെറുചൂടുള്ള നിശ്വാസം ചെവിയിൽ തട്ടി തടഞ്ഞു പോയതും ലച്ചു ഒന്ന് കുതറി. ഒരടി പോലും മലങ്ങാൻ കഴിയാത്ത തരത്തിൽ റയാൻഷ് ലച്ചുവിനെ അവനിലേക്ക് അടക്കി പിടിച്ചു. ഉച്ചയ്ക്ക് ഉറങ്ങുന്ന ശീലമില്ലെന്ന് പറഞ്ഞിട്ട് കവളിൽ പാറിക്കിടക്കുന്ന അവളുടെ മുടിയിഴകളെ ഒതുക്കി വെച്ചു കൊടുത്തുകൊണ്ട് ആർദ്രമായി അവളെ ചെവിയിൽ അവൻ ചോദിച്ചു. ലച്ചു അവനെ നോക്കുന്നില്ലെങ്കിൽ കൂടെ അവന്റെ കണ്ണുകൾ ഇമച്ചിമ്മാതെ അവളെ തന്നെ നോക്കുകയാണ്, അത്രയും ഇഷ്ടത്തോടെ. ശ്രീ. ഒന്നും മിണ്ടാതെ മുള്ളിലിരിക്കുന്ന പോലെ ഇരിക്കുന്ന അവളുടെ കവളിൽ പതിയെ തലോടിക്കൊണ്ട് അവൻ വിളിച്ചു. എവിടെ? മറുപടിയായി ഒന്ന് മൂളുക പോലും ചെയ്യുന്നില്ല. റയാൻഷ് ലച്ചുവിന്റെ കവളിൽ പിടിച്ചൊന്നു വലിച്ചു. വേദനിച്ചതുപോലെ അവൾ ശബ്ദമുണ്ടാക്കി. റയാൻഷിന്റെ മുഖത്തേക്ക് നോക്കി. അവന്റെ നോട്ടം അവളുടെ കവളിലേക്കാണ്. അവനത് പിടിച്ചു വലിച്ചപ്പോൾ ചുവന്നു പോയ അവളുടെ കവളിൽ റയാൻഷിന്റെ മുഖം അവളുടെ മുഖത്തോട് ചേർന്ന് വരുന്ന അറിഞ്ഞതും ലച്ചു കണ്ണുകൾ അടച്ചു പിടിച്ചു. എന്തോ കവളിൽ കുത്തിക്കയറുന്നത് പോലെയുള്ള ഒരു ചെറിയ വേദനയും ഒപ്പം എന്തോ ഒരു ചെറിയ നനവും. ലച്ചു കണ്ണുകൾ വലിച്ചു തുറക്കുമ്പോൾ റയാൻഷ് അവളുടെ കവളിൽ നിന്ന് അകന്നിരുന്നു. ലച്ചു അവനെ നോക്കിയ ശേഷം അവനിൽ നിന്ന് നോട്ടം മാറ്റി എഴുന്നേൽക്കാൻ നോക്കി. നടന്നില്ല. അറയിൽ പിടിച്ചിരിക്കുന്ന കൈയുടെ മുറുക്കം കൂടിയതല്ലാതെ കുറഞ്ഞില്ല. ചുണ്ടു നോക്കട്ടെ? റയാൻഷ് പറഞ്ഞതും ലച്ചു മനസ്സിലാവാതെ അവന്റെ മുഖത്തേക്ക് നോക്കി. റയാൻഷ് വലത്തേക്ക് ഉയർത്തി ലച്ചുവിന്റെ കീഴ്ചുണ്ട് മലർത്തി പിടിച്ചു. ആ ചുവന്ന ചുണ്ടിന്റെ ഉൾഭാഗത്ത് ഡാർക്ക് നിറത്തിലുള്ള കുത്തുകളുണ്ട്. രാവിലെ അവന്റെ ചുണ്ടും നാവും പല്ലും കൂടെ അവശേഷിപ്പിച്ചതാണ് അതെല്ലാം. അവൻ അതിൽ ചൂണ്ടുവിരൽ കൊണ്ട് പതിയുന്ന തലോടി. ലച്ചു അവന്റെ മടിയിൽ കോരി തരിച്ചു കൊണ്ടിരുന്നു. അല്ലാതെ ഒന്നിനും അവൾക്ക് കഴിയുന്നില്ല. എനിക്ക് ഒന്ന് ബാത്റൂമിൽ പോകണം. റയാൻഷിന്റെ ചൂണ്ടുവിരൽ പിടിച്ചു വെച്ചുകൊണ്ട് അവൾ പറയുമ്പോൾ അറിയിലിരിക്കുന്ന അവന്റെ കൈ അയിഞ്ഞു. ആ സമയം തന്നെ ലച്ചു ബാത്റൂമിൽ കയറി ഡോർ അടച്ചിരുന്നു. ഒരു ചിരിയോടെ ആ ഡോറിലേക്ക് നോക്കിക്കൊണ്ടവൻ അവിടെ നിന്നും എഴുന്നേറ്റു. ലച്ചു താഴെ പോകുമ്പോൾ ഹാളിൽ എല്ലാവരും ഉണ്ട്. വല്യച്ഛന്റെ മൂത്ത മകൻ ഒരു ബിസിനസ് ട്രിപ്പ് കഴിഞ്ഞ് വന്നിരിക്കുകയാണ്. അതിന്റെ വിശേഷം പറച്ചിലിനിടയ്ക്ക് ലച്ചു ഹാളിലേക്ക് ചെല്ലുന്നത്. ലച്ചുവിനെ കണ്ടും വല്യച്ഛന്റെ മകൻ പ്രണവ് ലച്ചുവിനെ ഒന്ന് നോക്കി ചിരിച്ചു കൊടുത്തു. അവന്റെ വിവാഹം കഴിഞ്ഞതാണ്. ഭാര്യ ലിമിഷ, ഒരു കുട്ടിയുണ്ട്. അവിടെ തന്നെയാണ് താമസം. മോൾ ഉറക്കത്തിൽ പെട്ടുപോയോ?
ലച്ചു സുഭദ്ര ഇരിക്കുന്ന സെറ്റിയിലേക്ക് പിന്നിലേക്ക് വന്ന് നിന്നപ്പോൾ അവളുടെ കയ്യിൽ പിടിച്ച് അടുത്തേക്ക് ഇരുത്തിക്കൊണ്ട് സുഭദ്ര ചോദിച്ചു. അതിനെ ലച്ചു ഒന്ന് മോളി, നീ എപ്പോഴെത്തി? ഇപ്പൊ വന്നേളും, നീ ഇന്ന് നേരത്തെയാണോ? പ്രണവിന്റെ ചോദ്യത്തിന് റയാൻഷ ഒന്ന് മൂളിക്കൊടുത്തു. അവരെല്ലാം സംസാരിക്കുന്നിടയിൽ സുഭദ്രയുടെ അടുത്തിരിക്കുന്ന ലച്ചുവിനെ ഒന്ന് നോക്കിക്കൊണ്ട് അവൻ ഫോണിലേക്ക് ശ്രദ്ധ കൊടുത്ത് ഹാളിലിരുന്നു. ഓഫീസിൽ നിന്ന് വന്നാൽ ഇതുപോലെ എല്ലാവർക്കും ഒപ്പം ഒരു ഇരിപ്പൊന്നും അവനില്ല. അവന്റെ കാര്യം നോക്കി റൂമിലിരിക്കും. കഴിക്കുന്നേരം ഇറങ്ങി വന്ന് കഴിച്ച ഉടനെ കയറി പോവുകയും ചെയ്യും. അതാണ് ശീലം. ഇന്നു മുതൽ ആ ശീലവും തെറ്റി. റോഷ്നി, ഇതാ. ലിമിഷ കയ്യിലുള്ള ഒരു ബോക്സ് റോഷ്നിയുടെ കയ്യിൽ കൊടുത്തു. പിന്നെ കയ്യിലുണ്ടായിരുന്നത് അപ്പച്ചിമാരുടെ 2 മക്കൾക്കും കൊടുത്തു. ഒരെണ്ണം വല്യമ്മയുടെ മകൾക്കും കൊടുത്തു. ആ വീട്ടിൽ നിന്ന് ആരെങ്കിലും ഇത്തിരി ദൂരം പോയാൽ പോയിട്ട് വരുമ്പോൾ വീട്ടിലുള്ള പെൺകുട്ടികൾക്ക് ഇതുപോലെ ചെറിയ രീതിയിൽ എന്തെങ്കിലും വാങ്ങിച്ചു കൊണ്ടുവരുന്ന ഒരു ശീലം അവിടെയുണ്ട്. ലിമി, നിന്റെ കയ്യിലുള്ളത് ആ കുട്ടിക്ക് കൊടുത്തേക്ക്. നിനക്ക് ഞാൻ ഇതുപോലെ ഒരെണ്ണം വേറെ വാങ്ങിച്ചു തരാം. പ്രണവ് ലിമിഷയെ നോക്കിയും ലച്ചുവിനെ നോക്കിയും പറഞ്ഞു നിർത്തുമ്പോൾ അതുവരെ ഒരു കുഴപ്പവും ഇല്ലാത്തതെന്ന് ലച്ചുവിന്റെ മുഖത്തൊരു വല്ലായ്മ നിറഞ്ഞു. ആ കുടത്തിൽ അവൾക്കില്ലെന്നുള്ള കാര്യം അവൾ ചിന്തിച്ചിട്ട് പോലുമില്ല. പക്ഷെ പെട്ടെന്ന് അങ്ങനെ പറഞ്ഞപ്പോൾ ഒരു വല്ലായ്മ. അയ്യോ, എനിക്ക് അവൾക്ക് അതിന്റെ ആവശ്യമില്ല മോനെ. വെട്ടിച്ചും പറ്റിച്ചും പണം ഉണ്ടാക്കുന്നവന്റെ മകളല്ലേ, ഇട്ടുമൂടാനുള്ളതൊക്കെ കയ്യിലുണ്ടാകും. നമ്മുടെ ഈ പൊന്നൊന്നും അവൾക്ക് കണ്ണിൽ പിടിച്ചെന്ന് വരില്ല. ലച്ചു വേണ്ടെന്ന് പറയാൻ തുടങ്ങിയതും വല്യച്ഛന്റെ ശബ്ദം അവിടെ ഉയർന്നു. അതുവരെ ഒരു വല്ലായ്മ മാത്രം നിറഞ്ഞു നിന്നിരുന്നവളുടെ മുഖം താഴ്ന്നു. കണ്ണുകൾ വേഗത്തിൽ നിറഞ്ഞു. ശ്വാസം മുട്ടുന്നത് പോലെ അവൾക്ക് തോന്നി. റയാൻഷിന്റെ കണ്ണുകൾ ഫോണിലാണെങ്കിലും ശ്രദ്ധ അവിടെ നടക്കുന്നതിൽ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ അവന്റെ മുഖത്തെ എല്ലി പോലും കാണുന്ന തരത്തിൽ അവന്റെ മുഖം കലച്ചു. വല്യച്ഛന്റെ ആ വാക്കുകൾ കേട്ടപ്പോൾ റോഷ്നി കയ്യിലുള്ള ബോക്സ് പിടിച്ചുകൊണ്ട് സെറ്റിൽ നിന്ന് എഴുന്നേറ്റു. നോട്ടം സെറ്റിലിരിക്കുന്ന റയാൻഷിലേക്ക് നീണ്ടു. അവൻ എന്തെങ്കിലും ഒന്ന് പറഞ്ഞിരുന്നെങ്കിലെന്ന് ആ നിമിഷം ആരെക്കാളും കൂടുതൽ ആഗ്രഹിച്ചത് അവളായിരുന്നു. ലച്ചുവിന്റെ ഇരിപ്പ് അവളെ അത്രത്തോളം പിടിച്ചു കുലുക്കിയിരുന്നു. അതൊന്നും നമ്മൾ നോക്കണ്ടല്ലോ അച്ഛാ. നമ്മുടെ വീട്ടിൽ നിൽക്കുമ്പോൾ രണ്ടിട്ട് കാണുന്നത് ശരിയല്ലല്ലോ. ലിമി, നിന്റെ കയ്യിലുള്ളത് ആ കുട്ടിക്ക് കൊടുക്ക്. നിനക്ക് നല്ലൊരെണ്ണം ഞാൻ പിന്നെ വാങ്ങിച്ചു തരാം. പ്രണവ് ലിമിഷയെ നോക്കി പറയുമ്പോൾ അവളുടെ മുഖത്തൊരു ഇഷ്ടക്കേട് നിറഞ്ഞെന്നു. കയ്യിലുള്ളത് ലച്ചുവിന് കൊടുക്കേണ്ടി വരുമോ എന്നൊരു ടെൻഷൻ അവളുടെ മുഖത്തുണ്ടായിരുന്നു. എനിക്ക് വേണ്ട. സങ്കടം കൊണ്ട് വീർപ്പ് മുട്ടി തേങ്ങിക്കണ്ടുള്ള ശബ്ദം. റയാൻഷ് കയ്യിലുള്ള ഫോൺ ഓഫാക്കി മുഖമുയർത്തും ലച്ചുവിന്റെ മുഖത്തേക്ക് നോക്കി. ലിമിഷ അവൾക്ക് നേരെ നീട്ടി ബോക്സ് വേണമെന്ന് പറയുകയാണ്. കണ്ണൊക്കെ നിറഞ്ഞ് തുളുമ്പിയിട്ടുണ്ട്. അത് കണ്ടും റയാൻഷ് സെറ്റിൽ നിന്നും എഴുന്നേറ്റു. അവൾക്കത് വേണ്ടെന്ന് പറഞ്ഞില്ലേ ലിമിഷയെ? സ്ഥാനം കൊണ്ട് പ്രണവേട്ടനും ലിമിഷേട്ടന്റെ ഭാര്യയുമൊക്കെ ആണെങ്കിലും വാക്കിൽ നിന്നും റയാൻഷ് ആ ബഹുമാനം അവർക്ക് കൊടുക്കാറില്ല. അവന്റെ വാക്കിലെ ദേഷ്യവും ഗൗരവവും അറിഞ്ഞുകൊണ്ടാവും ലിമിഷ ലച്ചുവിന് നേരെ നീട്ടിപ്പിടിച്ച കൈ പിന്നിലേക്ക് തന്നെ വലിച്ചത്. ഈ വീട്ടിൽ ശ്രീലക്ഷ്മി നിൽക്കുന്നത് എൻ്റെ ഭാര്യയായിട്ടാണ്. അവളുടെ എല്ലാ ചിലവും ഞാനാണ് നോക്കുന്നത്. വേറെ ആരും അത് നോക്കണ്ട. അവൾക്കൊന്നും കൊടുക്കുകയും വേണ്ട. ഇതുവരെ എല്ലാവരും എങ്ങനെയായിരുന്നോ അതുപോലെ തന്നെ മതി ഇനിയും. റയാൻഷ് പ്രണവിനെ നോക്കി പറഞ്ഞു നിർത്തുമ്പോൾ അവനൊന്നും മിണ്ടാതെ റയാൻഷിനെ നോക്കി നിന്നു. വല്യച്ഛന് ശ്രീലക്ഷ്മിയുടെ അച്ഛനോട് ദേഷ്യമുണ്ടെന്നറിയാം. അതുപോലെ ഒരു ചെറ്റത്തിലാണല്ലോ അയാൾ നമ്മളോട് ചെയ്തത്. പക്ഷെ അതിന്റെ ദേഷ്യവും അമർഷവും ഒക്കെ അയാളോട് മതി, അയാളുടെ മകളോട് വേണ്ട. അത് ശരിയല്ല. റയാൻഷ് വല്യച്ഛനോട് പറഞ്ഞു നിർത്തുമ്പോൾ അയാൾ സെറ്റിൽ നിന്നും എഴുന്നേറ്റു. നീ പറഞ്ഞു വരുന്നത് എന്താ? ഇവിടെ അംഗീകരിച്ചു എന്നാണോ? 6 മാസത്തിന് ശേഷം ഈ പെണ്ണിനെ ഇവിടെ നിന്നും ഇറക്കി വിടില്ല എന്നല്ല നീ ഇപ്പൊ പറഞ്ഞത്? റയാൻഷ് ഒന്നും മിണ്ടിയില്ല. അർത്ഥം മുറിച്ചുകൊണ്ട് അതിനൊരു മറുപടി കൊടുക്കണമെന്നുണ്ട്. പക്ഷെ അത് കഴിഞ്ഞ് ഇതൊരു കുടുംബ വഴക്കാകും. എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ഇവിടെ നിന്നും ഇറങ്ങി പോകേണ്ടി പോലും വരും. വല്യച്ഛൻ ഞാൻ പറഞ്ഞതിനെ എങ്ങനെ കരുതിയാലും വേണ്ടില്ല. ലക്ഷ്മിക്ക് ഈ വീട്ടിൽ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവരുത്. അത് ഞാൻ അവളുടെ ഏട്ടന് കൊടുത്ത വാക്കാണ്. അതുകൊണ്ട് ഇവിടെയുള്ളവരൊക്കെ അവളുടെ മാന്യമായ രീതിയിൽ പെരുമാറണം. ഇല്ലെങ്കിൽ പറയടാ, ഇല്ലെങ്കിൽ നീ പെരുമാറാൻ പഠിപ്പിക്കോ? വല്യച്ഛൻ ചോദിക്കുമ്പോൾ റയാൻഷ് കണ്ണുകൾ അടച്ചു പിടിച്ചു ആഞ്ഞ് ശ്വാസം വലിച്ചു വിട്ടു. ഇതാണ് പ്രശ്നം. വലതും പറയാനോ ചെയ്യാനോ നിന്നാൽ ഇതുപോലെ തർക്കിക്കാൻ വരും. എല്ലാം കിട്ടും മിണ്ടാതെ നിൽക്കുന്നതിന് പകരം പറഞ്ഞതിനെ വളച്ച് തിരിച്ച് 4 കയ്യിൽ തരും. അതാണ് അവസ്ഥ. പറകിച്ചു, നിന്റെ ഭാര്യയോട് നല്ല രീതിയിൽ പെരുമാറിയില്ലെങ്കിൽ പെരുമാറാൻ നീ പഠിപ്പിക്കുവോന്ന്? റയാൻഷിന് മുന്നിൽ വന്ന് നിന്ന് അവനെ നെഞ്ചിൽ പിടിച്ച് പിന്നിലേക്ക് ഒന്തിക്കൊണ്ടാണ് അയാൾ അത് ചോദിച്ചത്. എല്ലാവരും ഒരു നിമിഷം ഭയന്നു. റയാൻഷ് ഒന്നും മിണ്ടാതെ ആ നിൽപ്പ് അങ്ങനെ നിന്നും. ലച്ചു നിന്നെടുത്തുനിന്ന് അല്പം മുന്നോട്ട് വന്നതും റോഷ്നി അവളെ പിടിച്ചു. കഴിഞ്ഞതൊക്കെ നിനക്ക് വേഗം മറക്കാൻ കഴിയും, പക്ഷെ എനിക്ക് പറ്റില്ല. 24-ാമത്തെ വയസ്സിലാണ് അച്ഛൻ എല്ലാ ബിസിനസ്സും എൻ്റെ കയ്യിലേക്ക് വെച്ച് തരുന്നത്. അവിടെ നിന്ന് ഇത്രയും വർഷകാലം മൂണും മുറുക്കവും ഇല്ലാതെ ഞാൻ കഷ്ടപ്പെട്ടതാ ഈ കാണുന്നതൊക്കെ. നിനക്ക് നല്ലൊരു ബന്ധം കിട്ടാൻ എൻ്റെ അധ്വാനത്തിൻ്റെ ഒരു ഭാഗമാണ്. നിന്റെ ഈ നിൽക്കുന്ന ഭാര്യയുടെ അച്ഛന് ഞാൻ
പിന്നും മുന്നും നോക്കാതെ കൊടുത്തത്? എന്തുകൊണ്ടാ നിനക്ക് നല്ലൊരു ജീവിതം കിട്ടാൻ, നല്ലൊരു കുട്ടിയെ കിട്ടാൻ ഇന്ന് വരെ ഒരു പെൺകുട്ടിയെയും ഇഷ്ടമായില്ലെന്ന് പറഞ്ഞാ നീ ബന്ധത്തിന് മുളക്കൊന്നും പറയാതിരുന്നത് കണ്ടപ്പോ ഞാനും നോക്കാതെ ഈ ബന്ധം നടക്കട്ടെ എന്ന് മാത്രം നോക്കി മുന്നോട്ട് പോയി. എന്നിട്ട് എന്തായി? ചതിച്ചില്ലേ? വിവാഹം കഴിഞ്ഞ് അന്ന് വിളിച്ചു വരുത്തിയ കുടുംബക്കാരൊക്കെ പൊട്ടന്മാരാക്കി നമ്മളെയൊക്കെ വിഡ്ഢികളാക്കി റിസപ്ഷൻ നടക്കാനിരിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് ഇവളെ സഹോദരൻ വന്ന് ഇവളെ കൂട്ടിക്കൊണ്ടു പോയില്ലേ? നമ്മളൊക്കെ ആരായി? എല്ലാവർക്കും മുമ്പിലും നമ്മൾ തെറ്റുകാരായി. അവളെ തന്ത വെച്ച അടിയിൽ ശരിക്കും മകളെ നമുക്ക് വിൽക്കുന്നതായിരുന്നുവെന്ന് നമ്മളും അന്നേരം മറിഞ്ഞില്ല. അത് നമ്മുടെ തെറ്റ്. എത്രയൊക്കെ അടക്കി പിടിക്കാൻ നോക്കിയിട്ടും ഒരു തേങ്ങൽ ലച്ചുവിൽ നിന്നും പുറത്തേക്ക് വന്നു. റോഷ്നി ലച്ചുവിന്റെ കയ്യിൽ മുറുക്ക പിടിച്ചു. വലിച്ച വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം. നമ്മുടെ വീട്ടിലെ പെൺകുട്ടിയെ വിറ്റു വാങ്ങി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് സഹിക്കോ? അതുപോലെ തന്നെയാണ് ലക്ഷ്മിക്കും. അവളെ അങ്ങനെ കേൾക്കുമ്പോൾ അവൾക്കും വേദനിക്കും. വല്യച്ഛൻ ആ വാക്ക് പറയുന്നതിന്റെ കുറിച്ച് മുൻപേ പറഞ്ഞതൊക്കെ ശരിയാണെന്ന് അറിയാമെങ്കിലും അവസാനം പറഞ്ഞ ആ വാക്ക് മാത്രം അവന് പിടിച്ചില്ല. അതിൽ അത്രയും നേരം പിടിച്ചെന്ന് അവന്റെ ക്ഷമ കിട്ടു. അവൾക്ക് വേദനിക്കുന്നേക്കാൾ നിനക്ക് വേദനിക്കുമെന്ന് പറ, അതാകും കൂടുതൽ ശരി അല്ലേ? വല്യച്ഛൻ ദേഷ്യത്തിൽ ചോദിക്കുമ്പോൾ ലച്ചു വാ പൊത്തിപ്പിടിച്ചു. റയാൻഷ് ഒന്നും മിണ്ടാതെ അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് നോക്കി നിൽക്കുകയാണ്. നിനക്ക് ഈ ബന്ധത്തിന് താല്പര്യമില്ലെങ്കിൽ ഈ പെൺകുട്ടി ഒരിക്കലും 6 മാസത്തെ കണക്കും പറഞ്ഞിട്ട് ഇവിടെ നിൽക്കില്ല. അതിന്റെ അർത്ഥം എന്താ? നിനക്ക് ഈ ബന്ധത്തിന് താല്പര്യമുണ്ട്. 1-2 മാസം കഴിഞ്ഞാൽ എല്ലാവരും എല്ലാം മറക്കും. അത് കഴിഞ്ഞ് നിനക്ക് ഈ കുട്ടിയുമായി ജീവിക്കാം. അതാണ് നിന്റെ മനസ്സിൽ അല്ലേ? അദ്ദേഹം ചോദിക്കുമ്പോൾ റയാൻഷ് ഒന്നും മിണ്ടിയില്ല. ഇതുകൊണ്ടാണ് എല്ലാം ഉള്ളിലൊതുക്കി നിന്ന് ഒന്നും മിണ്ടാതെ കടിച്ചു പിടിച്ച് നിൽക്കുന്നത്. എന്തെങ്കിലും പറഞ്ഞു തുടങ്ങിയാൽ അത് ഇതുപോലെ ഒരു വാക്ക് തർക്കത്തിലാണ് നിൽക്കുക എന്നവനറിയാം. ലച്ചുവിനോടുള്ള വാശിയല്ല, അവളുടെ അച്ഛനോടുള്ള വാശിയാണ്. വിവാഹത്തിന്റെ അന്ന് തന്നെ അവളെ വിളിച്ചിറക്കിക്കൊണ്ടുപോയ അവളുടെ ഏട്ടനോടുള്ള ദേഷ്യം, അത് അവളോടിങ്ങനെ പല രീതിയിൽ തീർക്കുന്നത് മാത്രം. വാ തുറന്ന് പറയടാ, ഇതുവരെ നീ ചീറിയതുപോലെ എന്താ ഇപ്പൊ ചീറാത്തത്? പറയടാ, മറുപടി പറ. റയാൻഷിനെ നേരെ ചീറിക്കൊണ്ട് അവനെ നെഞ്ചിൽ പിടിച്ച പിന്നിലേക്ക് തള്ളിക്കൊണ്ട് അദ്ദേഹം ശബ്ദം ഉയർത്തുമ്പോൾ എല്ലാരും ഒന്ന് പകച്ചു. നിനക്ക് ദേഷ്യം വരുന്നുണ്ടോ? പറയടാ. ഇതുവരെ ചീറിയതുപോലെ ചീറ നീ. ഈ നിൽക്കുന്നവളെ ഉപേക്ഷിക്കാനല്ല, ഞങ്ങളെയൊക്കെ പൊട്ടന്മാരാക്കി ഒരുമിച്ച് ജീവിക്കാനാണെന്ന് പറയടാ. ഒന്ന് ചുമ്മാതിരിക്കെ. അവനെ നെഞ്ചിൽ പിടിച്ചുണ്ടെന്ന് അദ്ദേഹത്തിന്റെ കൈ പിടിച്ചു വെച്ചുകൊണ്ട് റയാൻ ശലസമായി പറയുമ്പോൾ അദ്ദേഹത്തിന് ദേഷ്യമാണ് വന്നത്. അവന്റെ ഒട്ടും കൂസാത്ത ആ ഭാവം അദ്ദേഹത്തെ കൂടുതൽ ചൊടിപ്പിച്ചു. ഞങ്ങളൊക്കെ പൊട്ടന്മാരാക്കി നീ ഇവളെ കൂടുതൽ ജീവിക്കുന്നത് എനിക്കൊന്ന് കാണണം. ഇവളെ തന്തയുടെ മുന്നിൽ ഞാൻ തോറ്റുപോലെയാകും. അത് ഞാൻ നടത്തിത്തരും. നടത്താൻ എനിക്കറിയാം. ഇനിയിപ്പോ എന്തിനാ ഒരു ഒളിയും മറയും എന്ന് കരുതിക്കൊണ്ട് അവൻ മറുപടി കൊടുത്തതും അദ്ദേഹത്തിന്റെ വലത്തെ കൈ റയാൻഷിന്റെ കവളിൽ പതിഞ്ഞിരുന്നു. പ്രതീക്ഷിക്കാതെ കിട്ടിയ അടിയായതുകൊണ്ട് റയാൻ സെറ്റിയിലേക്ക് ഇരുന്നു പോയി. കിച്ചുവേട്ടാ. ലച്ചുവിന്റെ കയ്യിൽ പിടിച്ച റോഷ്നിയുടെ കൈ വിടുവിച്ചുകൊണ്ട് ലച്ചു റയാൻഷിന്റെ അടുത്തേക്ക് ഇരുന്നു. ഹേയ്, ഒന്നുമില്ല. കരഞ്ഞുകൊണ്ട് അവന്റെ കവളിൽ തലോടുന്ന ലച്ചുവിന്റെ കയ്യിൽ വലത്തെ കൈ കൊണ്ട് പിടിച്ചുകൊണ്ട് ഇടത്തെ കൈ കൊണ്ട് അവളെ അവനോട് ചേർത്തിരുത്തി. ലച്ചു കരഞ്ഞുകൊണ്ട് റയാൻഷിന്റെ നെഞ്ചിലേക്ക് ചാരി. അവൻ നിശ്വസിച്ചുകൊണ്ട് ചുറ്റും നിൽക്കുന്നവരെ ഒന്ന് നോക്കി. എന്തോ അത്ഭുതം കണ്ട ഭാവത്തോടെ അവരെ നോക്കി നിൽക്കുന്നവരെ കണ്ടതും അവൻ മുഖം മാറ്റി. ആരും വെളിച്ചിന് പറഞ്ഞത് വിശ്വാസത്തിൽ എടുത്തിരുന്നില്ല. ഇപ്പോൾ ഈ കാഴ്ച കണ്ടതോടെ അതെല്ലാം പൂർത്തിയായി. കുറച്ചു നേരം ആരും ഒന്നും മിണ്ടിയില്ല. സെറ്റിലിരിക്കുന്ന ലച്ചുവിലും റയാൻഷിലുമായിരുന്നു എല്ലാവരുടെയും കണ്ണുകൾ. റയാൻഷിനെ നെഞ്ചിൽ ചാരിയിരിക്കുകയാണ് ലച്ചു. ഇടത്തെ കൈ കണ്ട് അവൻ അവളെ ചേർത്ത് പിടിച്ചിട്ടുമുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ചെറിയ തേങ്ങകൾ ലച്ചുവിൽ നിന്നും ഉയർന്നു കേൾക്കുന്നുമുണ്ട്. ഭാര്യയുടെ മുന്നിൽ വെച്ച് ഭർത്താവിനെ തല്ലുമ്പോൾ ഏതൊരു ഭാര്യയ്ക്കും വേദനിക്കും. അതുപോലെ തന്നെയാണ് ലച്ചുവിനും. അവളുടെ പേരും പറഞ്ഞുകൊണ്ട് അവനെ അവർ ഓരോന്നും പറയുകയും തല്ലുകയും ചെയ്യുമ്പോൾ അവൾക്ക് വേദനിക്കുകയാണ്. ഞാൻ പറഞ്ഞതൊക്കെ ശരിയാണെന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ. അവന്റെ മനസ്സിലിപ്പോ എല്ലാവർക്കും മനസ്സിലായല്ലോ. നമ്മുടെ കുടുംബത്തെ നാണം കെടുത്തിയവന്റെ മകളെ തന്നെ അവന് ഭാര്യയെ വേണം. നിങ്ങൾ പറ, നമ്മുടെ കുടുംബത്തെ നാണം കെടുത്തിയവന്റെ മകളെ നമ്മുടെ കുടുംബത്തിന് വേണോ? അച്ഛൻ തന്നെ ഇതിനൊരു തീരുമാനം പറയൂ. അത്രയും നേരം മിണ്ടാതെ അവർ പറയുന്നതെല്ലാം കേട്ട് നിന്നിരുന്ന നരേന്ദ്രവർമ്മയുടെ നേരെ തിരിഞ്ഞെന്ന് വാസുദേവ് ചോദിക്കുമ്പോൾ അദ്ദേഹം നോക്കിയത് സെറ്റിലിരിക്കുന്ന റയാൻഷിനെയും ലച്ചുവിനെയുമാണ്. വാസുദേവിന്റെ വാക്കുകൾ കേട്ട് പേരുടെ ലച്ചു റയാൻഷിനെ നെഞ്ചിൽ നിന്ന് മുഖമുയർത്തി അവന്റെ മുഖത്തേക്ക് നോക്കി. റയാൻഷ് ആ നിമിഷം വലിച്ചിൽ നിന്ന് മുഖം മാറ്റി ലച്ചുവിനെ നോക്കി. പേടിയോടെ അവനെ നോക്കുന്ന ആ പെണ്ണിന്റെ മുഖം കണ്ടതും അവന് പാവം തോന്നി. ഈ സംസാരം എവിടെ പോയി നിൽക്കുമെന്ന് ആലോചിച്ച് പേടിച്ചുകൊണ്ടുള്ള ഇരിപ്പാണ്. റയാൻ ലച്ചുവിന്റെ നിറഞ്ഞ കണ്ണുകളിലേക്ക് നോക്കി കണ്ണ് ചിമ്മി കാണിച്ചതും ഒന്നുമില്ലെന്ന പോലെ, പേടിയിൽ കണ്ടെന്ന പോലെ ലച്ചു അവനെ നെഞ്ചിൽ നിന്ന് അകന്നിരുന്നു. അവന്റെ അടുത്ത് നിന്ന് എഴുന്നേൽക്കാൻ ശ്രമിച്ചെങ്കിലും അവൻ അതിനെ അനുവദിക്കാതെ ലച്ചുവിനെ അവന്റെ അടുത്ത് തന്നെ ഇരുത്തി. അച്ഛാ,
അച്ഛനൊന്നും പറഞ്ഞില്ല? വാസുദേവ് ചോദിച്ചതും നരേന്ദ്രവർമ്മ ലച്ചുവിൽ നിന്നും റയാൻഷിൽ നിന്നും കണ്ണുകൾ മാറ്റി വാസുദേവനെ നോക്കി. നമ്മൾ വേണ്ടെന്ന് പറഞ്ഞാലും അവൻ ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകും. നമ്മൾ തർക്കിച്ചുകൊണ്ട് അവൻ ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകുന്നേക്കാൾ നല്ലത് അവൻ്റെ ഈ ബന്ധത്തെ നമ്മൾ അംഗീകരിക്കുന്നത് തന്നെയല്ലേ? അദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞപ്പോൾ റയാൻഷിന്റെ ചുണ്ടിൽ ഒരു ചെറു ചിരി വിരിഞ്ഞു. സമ്മതിക്കില്ല, ഞാൻ സമ്മതിക്കില്ല. ആര് സമ്മതിച്ചാലും ഞാൻ സമ്മതിക്കില്ല. അങ്ങനെ ഈ ബന്ധത്തിന് നമ്മൾ സമ്മതിച്ചാൽ ഇവളെ തന്തയുടെ മുന്നിൽ ഞാൻ തോൽക്കുന്നത് പോലെയാകും. ഞാൻ മാത്രമല്ല, ഈ കുടുംബം മൊത്തം തോൽക്കുന്നത് പോലെയാകും. അതിന് ഞാൻ സമ്മതിക്കില്ല. വാസുദേവ് വിട്ടുകൊടുക്കാതെ പറയുമ്പോൾ റയാൻഷ് ഒന്നും സെറ്റിലേക്ക് ചാരിയിരുന്നു. ലച്ചു അവന്റെ മുഖത്തേക്ക് നോക്കി. ഒന്നും മിണ്ടാതെയുള്ള അവന്റെ ഇരിപ്പ് കണ്ടപ്പോൾ അവൾക്ക് ഇത്തിരി സമാധാനം തോന്നി. അവൻ എന്തെങ്കിലും പറഞ്ഞ് വീണ്ടും ആ വിഷയം വഷളാക്കുമോ എന്നാണ് അവൾ ചിന്തിച്ചത്. എപ്പോഴൊക്കെയോ അവൻ അവൾക്ക് വേണ്ടി ആ വീട്ടിൽ സംസാരിക്കാതെ വന്നപ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ടും ഉൾക്കൊണ്ടിട്ടും ഒരു ചെറിയ സങ്കടമുണ്ടായിരുന്നു. എന്നാലിപ്പോൾ ഈ നിമിഷം അവൻ അവൾക്ക് വേണ്ടി സംസാരിച്ചത് ഓർത്തായിരുന്നു അവൾക്ക് സങ്കടം. ഓക്കെ, നീ സമ്മതിച്ചില്ല, നമ്മൾ ആരും സമ്മതിക്കുന്നില്ലെന്ന് കരുതി അവൻ ഈ ബന്ധം വേണ്ടെന്ന് തന്നെ വെച്ചെന്ന് കരുതിക്കോ. അതിനുശേഷമുള്ള കാര്യം പറ. ഈ ബന്ധം അവസാനിപ്പിച്ച ശേഷം ഈ ഇരിക്കുന്ന രണ്ടുപേരും രണ്ട് വഴിക്കായ ശേഷമുള്ള കാര്യം പറ. നരേന്ദ്രവർമ്മ അങ്ങനെ ഒരു കാര്യം ചോദിച്ചതും എല്ലാവരും ഒരു നിമിഷം മിണ്ടാതെ പരസ്പരം മുഖത്തോട് മുഖം നോക്കി. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആലോചിക്കണ്ട, അതൊന്നും നടക്കില്ല. ദേഷ്യത്തോടെയുള്ള അല്ലെങ്കിൽ കൂടെ റയാൻഷ് ഉറപ്പോടെ പറഞ്ഞു. എല്ലാവരും അറിഞ്ഞ സ്ഥിതിക്ക് ഇനിയിപ്പോൾ എന്തിനാണ് ഒരു മറ? എല്ലാം വരുന്നിടത്ത് വെച്ച് കാണാം എന്നൊരു ഭാവമാണ് അവന്റെ മുഖത്ത്. കണ്ടോ, ഇതുവരെ അവൻ പറഞ്ഞതെന്താ, ഇപ്പൊ അവൻ പറയുന്നത് എന്താ? നമ്മളൊക്കെ അവൻ പൊട്ടന്മാരാക്കിയതല്ലേ അല്ലേ? വാസുദേവ് പൊട്ടിത്തെറിച്ചുകൊണ്ട് ചോദിക്കുമ്പോൾ ആരും ഒന്നും മിണ്ടിയില്ല. വല്യമ്മയ്ക്കും അപ്പച്ചിക്കുമൊക്കെ പലതും കുത്തി പറയാൻ നാവ് തരിക്കുന്നുണ്ട്. പക്ഷെ പറയാൻ വയ്യ. നരേന്ദ്രവർമ്മയ്ക്ക് മുന്നിൽ നിൽക്കുമ്പോൾ പലതും പറയാൻ അവർക്ക് പേടിയാണ്. വാസു, ഞാൻ പറയുന്നത് നീ ഒന്ന് കേൾക്ക്. ആ കുട്ടിയുടെ അച്ഛനുള്ള ദേഷ്യം ആ കുട്ടിയോട് തീർത്തിട്ട് എന്തിനാ? മനസ്സുകൊണ്ട് പോലും ആ കുട്ടി അറിയാത്ത ഒരു കാര്യത്തിന് ആ കുട്ടിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നരേന്ദ്രവർമ്മ അങ്ങനെ പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ ഒന്ന് നോക്കി. ഇന്നലെ രാത്രി അവർ പറഞ്ഞ വാക്കുകളാണ് അദ്ദേഹം ഇന്ന് എല്ലാവർക്കും മുന്നിൽ പറഞ്ഞത്. പറ, അങ്ങനെ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും തെറ്റല്ലേ? കിച്ചു ഇങ്ങനെ വിവാഹം കഴിക്കുമെന്ന് നിങ്ങൾ ആരെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടോ? ഈ ബന്ധം ഇവിടെ തീർന്നാൽ ഒരിക്കലും അവൻ വേറെ ഒരു ബന്ധത്തിലേക്ക് പോകില്ല. അതാണോ നമ്മൾ ആഗ്രഹിക്കുന്നത്? അല്ലല്ലോ. ഇതുപോലെ അവൻ മുന്നോട്ട് പോവുകയാണെങ്കിൽ പോകട്ടെ എന്ന് വെക്കുന്നല്ലേ നല്ലത്? അദ്ദേഹം പറഞ്ഞു നിർത്തുമ്പോൾ ലച്ചു റയാൻഷിന്റെ മുഖത്തേക്ക് നോക്കി. അവരൊന്നുമില്ലെന്ന പോലെ വീണ്ടും കണ്ണ് ചെന്നി. അല്ലാതെ അത്രയും പേടെ മുന്നിൽ ഇരുന്നുകൊണ്ട് അവരെന്തു പറയാനാണ്, എങ്ങനെ പറയാനാണ്? അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഈ കണ്ണ് ചിമ്മി കാണിക്കുന്നത്. ഇവനെന്നെ പറ്റിച്ചണച്ചാ എനിക്കിത്ര സങ്കടം. എൻ്റെ വാക്കിന് പുല്ല് വില പോലും ഇവൻ തന്നില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് എനിക്ക് കൂടുതൽ ദേഷ്യം വരുന്നത്. അവൻ്റെ അച്ഛനും അമ്മയ്ക്കും മേട്ടനും അനിയത്തിക്കുമൊക്കെ ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ താല്പര്യക്കുറവില്ല. അതുകൊണ്ടാണല്ലോ ശ്രീലക്ഷ്മിയെ അവരൊക്കെ ചേർത്ത് പിടിക്കുന്നത്. ഇവന്റെ തീരുമാനവും അവന്റെ ഇഷ്ടവും അവന്റെ കുടുംബത്തോട് പറഞ്ഞിട്ടുണ്ടല്ലോ. അതിനർത്ഥം എന്താ? നമ്മളൊന്നും അവന്റെ ആരുമല്ലെന്നല്ലേ? ഞാൻ മനസ്സിൽ പോലും ചിന്തിച്ചിട്ടില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞാൽ ഇതുവരെ പ്രതികരിച്ചതുപോലെ ആവില്ല വല്യച്ഛ എന്റെ പ്രതികരണം. ലച്ചുവിൽ നിന്നുള്ള പിടിവിട്ട് സെറ്റിൽ നിന്നും എഴുന്നേറ്റ് ദേഷ്യത്തിൽ റയാൻഷ് പറയുമ്പോൾ വാസുദേവന്റെ വാ അടഞ്ഞു. ആ സമയം തന്നെ സെറ്റിലിരുന്ന റയാൻഷിന്റെ ഫോൺ റിങ് ചെയ്തു. റയാൻഷ് തിരിഞ്ഞു നോക്കുമ്പോൾ സ്ക്രീനിൽ രുദ്രൻ എന്ന് എഴുതി കാണിച്ചു. അവൻ ഓഫീസിൽ നിന്ന് വന്നില്ലല്ലോ എന്ന ചിന്തയോടെ ഫോൺ എടുക്കാൻ തുനിഞ്ഞതും ലച്ചു അവന്റെ ഫോൺ അവന്റെ കയ്യിലേക്ക് കൊടുത്തു. ഹലോ. ആ ഒരു വാക്കിനപ്പുറത്തേക്ക് റയാൻഷ് ഒന്നും മിണ്ടിയില്ല. ഒന്നും മിണ്ടാതെ 1-2 മിനിറ്റ് ഫോൺ ചെവിയിൽ വെച്ചുകൊണ്ട് അവൻ ആ നിൽപ്പ് നിന്നും. കട്ടായി ഫോൺ കയ്യിൽ പിടിച്ചുകൊണ്ട് അവന്റെ നോട്ടം പോയത് അവനെ തന്നെ നോക്കി നിൽക്കുന്ന ലച്ചുവിന്റെ മുഖത്തേക്കാണ്. അപ്പോഴേക്കും ആ വീട്ടിലുള്ള ഫോണുകൾ ഓരോന്നായി റിങ് ചെയ്തു തുടങ്ങി. എല്ലാവർക്കും ഒരു നെഗറ്റീവ് വൈബ് അടിച്ചുകൊണ്ടിരുന്നു. ഫോൺ വരുന്നു, അറ്റൻഡ് ആക്കുന്നു എന്നതല്ലാതെ ആരും ഒന്നും മിണ്ടുന്നില്ല. നോട്ടം ലച്ചുവിലേക്ക് നീളുമ്പോൾ അവളെ ഹൃദയമിടിപ്പ് കൂടി. വല്ലാത്തൊരു പേടി അവളെ കാർന്ന് തിന്നാൻ തുടങ്ങുമ്പോൾ റയാൻഷ് അവളെ ചേർത്ത് പിടിച്ചിരുന്നു.